നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സിപ്പപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ 5-6 ഫ്ലേവറിലുള്ള ഒരു സിപ്പപ്പ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു മാംഗോ സിപ്പപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മാങ്ങ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളത്തിലാണ് ഈ ഒരു സിപ്പപ്പ് തയ്യാറാക്കുന്നത്. 1/2 കപ്പ് പാൽ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വെള്ളത്തിൽ പാൽ ചേർക്കാതെ ചെയ്യാം. അതുപോലെ വെള്ളം ചേർക്കാതെ 1 കപ്പ് പാലിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാങ്ങ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. കാരണം മാങ്ങയും ഏലക്കപ്പൊടിയെല്ലാം ആയതുകൊണ്ട് തന്നെ മാങ്ങയുടെ നാരും ഏലക്കയുടെ പൊടിയെല്ലാം ഉണ്ടാകും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ സിപ്പപ്പിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് സിപ്പപ്പ് തയ്യാറാക്കാം. ഓറഞ്ച് സിപ്പപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 പുതിനയില ചേർത്ത് കൊടുക്കാം. ഈ ഒരു പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് തേനാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേന് ചേർത്ത് കൊടുക്കാം. നിങ്ങളടുത്ത് തേനില്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഓറഞ്ച് ജ്യൂസും നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഓറഞ്ച് സിപ്പപ്പിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് മിൽക്ക് സിപ്പപ്പാണ്. ഞാനിവിടെ 4 ഫ്ലേവറിലാണ് ഈ ഒരു മിൽക്ക് സിപ്പപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് പാല് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചൂടോടുകൂടി തന്നെ ഈ പാല് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. നിങ്ങളടുത്ത് പാൽപ്പൊടി ഇല്ലെങ്കിൽ ചേർക്കണ്ട, പക്ഷേ പാൽപ്പൊടി ചേർത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും സിപ്പപ്പ് തയ്യാറാക്കുന്ന സമയത്ത് പഞ്ചസാര കുറച്ച് മുന്നിൽ നിൽക്കണം. കാരണം ഇത് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മധുരം കുറഞ്ഞ പോലെ ഉണ്ടാവും. അപ്പം തയ്യാറാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ പിസ്ത മിക്സ്, അതേപോലെ സ്ട്രോബെറി മിക്സ്, പിന്നെ വാനില എസൻസ്, കുറച്ച് ഏലക്കാപ്പൊടി, ഈ ഇത്രയും ഫ്ലേവറിലാണ് നമ്മൾ ഈ ഒരു മിൽക്ക് സിപ്പപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പാല് 1/2 കപ്പായിട്ട് 4 ബൗളിലാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ബൗളിലാക്കിയിട്ട് 1/2 കപ്പ് പാല് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഡ്രോപ്പ് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്ത എസൻസും അതേപോലെ സ്ട്രോബെറി എസൻസും 2 ഡ്രോപ്പാണ് ചേർത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ വാനില എസൻസ് ചേർക്കുന്ന സമയത്ത് ഒരു 4 ഡ്രോപ്പെങ്കിലും ചേർക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു വാനിലൻ്റെ ഫ്ലേവർ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു എസൻസ് ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാനില എസൻസ് ഇട്ടിട്ട് ചെയ്താലും മതി. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് 3 നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന പാലിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് പാലിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം സിപ്പപ്പിൻ്റെ കവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ സിപ്പപ്പിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് വലുതും ചെറുതെല്ലായിട്ട് ഈ ഒരു കവർ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്കിത് ചെറിയൊരു കവറായതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വലിയ കവറാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് അതിൽ കപ്പിൽ നിന്ന് ഈ ഒരു കവറിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു എല്ലാ ഫ്ലേവറിലുള്ള ഈ ഒരു ജ്യൂസും അതേപോലെ ഈ പാലെല്ലാം ഈ ഒരു സിപ്പപ്പ് കവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിക്കുന്ന സമയത്ത് ഇതിൽ മുഴുവനായിട്ട് ഒഴിക്കരുത്. ഒരു 1/4 ഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ നമുക്കിത് മടക്കിയിട്ട് തീക്ക് കാണിച്ച് ഒട്ടിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കിത് മടക്കിയിട്ട് ഒട്ടിക്കാൻ പറ്റില്ല.
അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും കവറിലാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് മെഴുകുതിരി വെച്ചിട്ട് ഈ ഒരു സിപ്പപ്പ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കവറിൽ ഇതുപോലെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുകുതിരി വെച്ചിട്ട് ഈ ഒരു സിപ്പപ്പ് ഒട്ടിച്ചെടുക്കാം. നിങ്ങളുടെ അടുത്ത് മെഴുകുതിരി ഇല്ലെങ്കിൽ നമുക്ക് ലൈറ്റർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഈ ഒരു സിപ്പപ്പ് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ സിപ്പപ്പും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം, നല്ല കട്ടയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിപ്പപ്പ് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി കൊടുക്കണം. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.